എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനുഷ്യൻ്റെ ഒരിക്കലും അവസാനിക്കാത്തൊരു പതിവിനെക്കുറിച്ച് സംസാരിക്കാം. കഥകൾ പറയൽ. പെട്ടെന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്തിനാണ് കഥകൾ പറയുന്നത്? അതിന് നമ്മൾ പല ഉത്തരങ്ങൾ പറയാം. വിനോദത്തിനായി, പഠിപ്പിക്കാനായി, ഓർമ്മിക്കാനായി. പക്ഷേ കഥകളുടെ ലോകം അതിൽ കൂടുതലാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അടിസ്ഥാനം കൂടിയല്ലേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതാനും വായിക്കാനും മനുഷ്യന് അറിയാത്തൊരു കാലത്ത് ആളുകൾ രാത്രിയിൽ തീ കൂട്ടി കത്തിച്ച് അതിന് ചുറ്റും കൂടി ചേർന്നിരുന്നു. ഒരു വേട്ടക്കാരൻ തൻ്റെ വേട്ടയെ പറ്റി പറഞ്ഞു. മറ്റൊരാൾ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞു. അവ കഥകൾ മാത്രമായിരുന്നില്ല, അവ അറിവായിരുന്നു, മുന്നറിയിപ്പായിരുന്നു, ഭയങ്ങളെ നേരിടാനുള്ള ധൈര്യമായിരുന്നു. കഥകളില്ലാത്തൊരു സമൂഹത്തെ ചിന്തിക്കാനാവില്ല. മഹാഭാരതത്തിലെ വീരകഥകൾ, പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ കേരളമുണ്ടായ കഥ, മഹാബലിയുടെ കഥ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കഥ, ഇങ്ങനെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ അതിൻ്റേതായ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയാനുണ്ടാവും. ഇതൊക്കെ തന്നെയല്ലേ ഒരു ജനതയുടെ ആത്മാവെന്ന് പറയുന്നതും. കഥകളില്ലാതെ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ല. ഒരു നല്ല കഥ നമ്മളെ കണ്ണീരിലാഴ്ത്തും, മറ്റൊന്ന് ചിരിപ്പിക്കും, ഒന്ന് നമ്മെ പേടിപ്പിക്കും, മറ്റൊന്ന് പ്രചോദിപ്പിക്കും. ചരിത്രം നോക്കിയാൽ കഥകൾ കൊണ്ടാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ അനുഭവങ്ങളും പ്രസംഗങ്ങളും എല്ലാം കഥകൾ തന്നെയായിരുന്നു. കഥകൾക്ക് നമ്മുടെ ചിന്ത മാറ്റാനുള്ള ശക്തിയുണ്ട്, ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തിയും. ഒരമ്മ കുട്ടിയെ ഉറക്കാൻ പറയുന്ന ചെറിയ കഥ നമ്മിൽ പലർക്കും ഇപ്പോഴും ഓർമ്മയിലുണ്ടാകും അല്ലേ? ഒരപ്പൂപ്പൻ പറഞ്ഞിരുന്ന പഴയകാല ഓർമ്മകൾ നമ്മെ എന്നും ചിരിപ്പിക്കാം. പ്രണയത്തിൻ്റെ ലോകത്തും കഥകളുണ്ടാകും. ഒരു കത്ത്, ഒരു കുറിപ്പ്, ഒരു ചെറു സംഭവത്തിൻ്റെ ഓർമ്മ, ഇവയെല്ലാം കഥകളാണ്. അതുകൊണ്ട് തന്നെ കഥകൾ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ്. അവ നമ്മെ ഭാവിയിലേക്ക് കൊണ്ടുപോകുന്നു. സയൻസ് ഫിക്ഷൻ നോവലുകൾ, ഭാവിയുടെ സിനിമകൾ എല്ലാം എന്തായിരുന്നുവെങ്കിൽ എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ തേടുന്ന ശ്രമങ്ങളാണ്. കഥകളിലൂടെ മനുഷ്യൻ തൻ്റെ ഭാവി സൃഷ്ടിക്കുന്നു. ഇന്നത്തെ ലോകത്ത് കഥകൾക്ക് പുതിയ വേഷങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ, സിനിമകൾ, വെബ് സീരീസ്, പോഡ്കാസ്റ്റുകൾ എല്ലാം കഥകളാണ്. കാലം മാറി, പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവം മാറിയില്ല. നമ്മളിപ്പോഴും കഥകൾ പറയുന്നു, കേൾക്കുന്നു, പങ്കിടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കഥകൾ പറയുന്നു. ലോകത്തെ മനസ്സിലാക്കാൻ, സ്വയം തിരിച്ചറിയാൻ, സ്നേഹിക്കാനും ഓർക്കാനും ഭാവിയെ സ്വപ്നം കാണാനും. കഥ പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയധ്വനിയാണ്. നിങ്ങൾ കേട്ടത് സ്റ്റോറീസ് ഫ്രം മൈ ഹാർട്ട് വിത്ത് മീ എലിസബത്ത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.